നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കരുത്, തലച്ചോറ് കൊണ്ട് ചിന്തിക്കുക. ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവരാണ് മിക്കപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെടുന്നത്. ഒരാളുടെ തെറ്റുകൾ ഒരിക്കലും മറ്റുള്ളവരോട് പറയരുത്. അത് അയാളോട് തന്നെ പറയുക. കാരണം ആ തെറ്റ് തിരുത്തേണ്ടത് അയാളാണ്, മറ്റുള്ളവരല്ല. എന്തൊക്കെയോ ഓർത്ത് ദുഃഖിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ എല്ലാം മറന്ന് മനോഹരമായി ചിരിക്കുന്നത്. ചിരിക്കാനുള്ള മാർഗങ്ങൾ സ്വയം കണ്ടെത്തണം. കരയാനുള്ള കാരണങ്ങൾ വേണ്ടപ്പെട്ടവർ കൊണ്ടുവന്ന് തരും. നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളിൽ പോലും നമുക്ക് ഒട്ടും അറിയാത്ത മറ്റൊരു മുഖം ഒളിച്ചിരിക്കുന്നുണ്ടാവും. ഉപാധികൾ വച്ചുള്ള ഒരു ബന്ധവും ഒരു കാലത്തിനപ്പുറം നിലനിൽക്കില്ല. നമ്മളെ മനസ്സിലാക്കാനും നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നിടത്ത് ആയുസ്സുണ്ടാകും. അവിടെ ഒന്നും പങ്കിട്ടു പോവുകയുമില്ല. അതിൻ്റെ പേരിൽ പരാതി പറയേണ്ടി വരികയുമില്ല. സങ്കടങ്ങൾ പങ്കുവയ്ക്കാനും സ്വീകരിക്കാനും ആരും കാണില്ല. അതിനാൽ ദുഃഖത്തിൽ നമ്മെ ചേർത്ത് പിടിക്കുന്നവരെ ഒരിക്കലും കൈവിടാതിരിക്കുക. എത്രമാത്രം അടുത്ത ബന്ധമോ സൗഹൃദമോ ആവട്ടെ, കൂടുതലായി ആരെയും ആശ്രയിക്കാതിരിക്കുക. നൽകുന്നവർ അതിൻ്റെ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് മറക്കാതിരിക്കുക. മിതമായ ആശ്രയങ്ങൾക്കാണ് ഹിതമായ ബന്ധങ്ങളെ നൽകാൻ കഴിയുന്നത്. ഭയപ്പെടേണ്ടത് ശത്രുക്കളെയല്ല, സ്നേഹിക്കുന്നവരെയാണ്. കാരണം മറ്റാരേക്കാളും നമ്മെ തളർത്താനും തകർക്കാനും അവർക്കേ കഴിയൂ. നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഓർത്ത് പിന്മാറിയവരല്ല, സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ളവരാണ് ജീവിതത്തിൽ സ്വപ്നങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ചിന്തകൾ നന്നായിരിക്കണം. കാരണം കാഴ്ചശക്തിക്ക് ചികിത്സയുണ്ട്, കാഴ്ചപ്പാടുകൾക്ക് ചികിത്സയില്ല. ഈ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ നമുക്ക് കഴിയില്ലായിരിക്കാം. എന്നാൽ ഒരുപാട് പേരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ നമുക്ക് കഴിയും. മറ്റാരും നിങ്ങളുടെ നിലനിൽപ്പ് ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾക്കായി നിങ്ങൾ തന്നെ നിലകൊള്ളുക. വേറൊരാളെയും പ്രതീക്ഷിക്കരുത്. ഒരു റോസാപ്പൂ തോട്ടം മുഴുവൻ നൽകിയാലും ചില ആളുകൾക്ക് അതിലെ മുള്ള് മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ ചിലർക്ക് ഒരു ഇല നൽകിയാലും ഒരു തോട്ടം കിട്ടിയതായി തോന്നും. നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മുടെ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ആധാരം. ലോകത്തിലെ ഏറ്റവും മികച്ചതും മനോഹരവുമായ കാര്യങ്ങൾ കാണാനോ സ്പർശിക്കാനോ കഴിയില്ല. അവ ഹൃദയം കൊണ്ട് അനുഭവിക്കുക തന്നെ വേണം. പ്രതികരിക്കുന്നില്ല എന്നു കരുതി ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് അർത്ഥമാക്കരുത്. ആസ്വദിക്കാൻ അറിയാമെങ്കിൽ ഏകാന്തതയാണ് ജീവിതത്തിലെ ഏറ്റവും സുന്ദര നിമിഷം. ഒരു തെറ്റും വരാതെ ആരും ജീവിച്ചിട്ടുണ്ടാവില്ല. നടക്കാൻ പഠിച്ചപ്പോൾ വീഴാനും വീണപ്പോൾ എഴുന്നേൽക്കാനും പഠിച്ചില്ലേ? തിരുത്തലുകളാണ് ജീവിതത്തെ സമ്പൂർണ്ണമാക്കുന്നത്. അഭിനയിക്കാൻ അറിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക. സ്നേഹിക്കാൻ അറിയുന്നവർ തോറ്റുപോയിട്ടേയുള്ളൂ എന്നും. ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരും ഇല്ലാതിരിക്കുമ്പോഴല്ല, എല്ലാം എന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ലായിരുന്നു എന്ന് മനസ്സിലാവുമ്പോഴാണ്. നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് ലോകം നിങ്ങളോട് ചോദിക്കില്ല. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്നത് പ്രധാനമാണ്. ഒന്നുകിൽ ആൾക്കൂട്ടവുമായി കലരുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുക.